നമസ്കാരം. മലയാള സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ക്ലാസിക് തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് മോഹൻലാലും സുമലതയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ചിത്രം. മണ്ണാർതൊടിയിലെ ജയകൃഷ്ണനെയും അതുപോലെ തന്നെ ക്ലാരയെയും ഒരിക്കലെങ്കിലും ഓർമ്മയിൽ കൊണ്ടുവരാത്ത ആരും തന്നെ ഇന്ന് സിനിമാ പ്രേമികളായിട്ട് ഉണ്ടാവില്ല എന്നത് സത്യം തന്നെയാണ്. അത്ര മനോഹരമായിട്ടായിരുന്നു ഈ ഒരു പ്രണയത്തെ ആ ഒരു ചിത്രത്തിലൂടെ വരഞ്ഞു കാണിച്ചിരുന്നത്. ആ ചിത്രത്തിലൂടെ തന്നെ സിനിമാ ലോകത്ത് വലിയൊരു പേരെടുത്ത് വെച്ചിട്ടുള്ള നായിക തന്നെയായിരുന്നു ക്ലാരയായിട്ട് അഭിനയിച്ചിട്ടുള്ള സുമലത എന്ന് പറയുന്നത്. പിന്നീട് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ തുടങ്ങി ഒട്ടനവധി ഭാഷകളിൽ സുമലത നായികയായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോ ഇതാ സുമലത ഒരു മമ്മൂട്ടി ചിത്രത്തിൽ നിന്ന് പിന്മാറിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. അതായത് ഈ ഒരു ജയകൃഷ്ണന്റെ ക്ലാരയായിട്ട് അഭിനയിച്ച തൂവാനത്തുമ്പികൾക്ക് ശേഷം സുമലതയ്ക്ക് കിട്ടിയ മമ്മൂട്ടി സിനിമ സുമലത വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശേഷങ്ങളും സുമലത എന്തുകൊണ്ടാണ് മമ്മൂട്ടി ചിത്രം വേണ്ട എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ക്ലാര എന്ന പേര് മലയാള സിനിമാ പ്രേക്ഷകർക്ക് മറക്കാനാവുന്ന ഒന്നല്ല. മലയാളിയുടെ മനസ്സിൽ മായ്ക്കാനാവാത്ത വിധം മുദ്രണം ചെയ്യപ്പെട്ടതാണ് ആ പേര്. ആ കാലഘട്ടത്തിലെ നായികമാരിൽ നിന്ന് ക്ലാര വളരെ വ്യത്യസ്തയായിരുന്നു. തൂവാനത്തുമ്പികളുടെ ക്ലാരയിലെ നടി സുമലത മലയാള സിനിമയിലെ സ്ത്രീ സൗന്ദര്യത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി പിന്നീട് മാറി. സുമലത ഒരു മലയാളിയല്ല. ചെന്നൈയിലെ ഒരു തെലുങ്ക് സംസാരിക്കുന്ന കുടുംബത്തിൽ ജനിച്ച അവർ 15-ാം വയസ്സിൽ തിസൈ മാറിയ പറവകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത്. 1979-ലായിരുന്നു ഇത്. താമസിയാതെ തന്നെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലും അരങ്ങേറ്റം കുറിച്ചു. മലയാളത്തിലും അവരുടെ വളർച്ച അതിവേഗമായിരുന്നു. മൂർഖനിൽ ജയനൊപ്പവും, നിഴൽ യുദ്ധത്തിൽ സുകുമാരനൊപ്പവും, കിലുങ്ങാത്ത ചങ്ങലകളിൽ പ്രേംനസീറിനൊപ്പവും സുമലത അഭിനയിച്ചു. തുടർന്ന് നിരവധി ശ്രദ്ധേയമായ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറി. നിറക്കൂട്ട്, ശ്യാമ, ന്യൂഡൽഹി എന്നിങ്ങനെ മമ്മൂട്ടിയുമായുള്ള അവരുടെ ചിത്രങ്ങളൊക്കെ ജനപ്രീതി നേടി. മമ്മൂട്ടി സുമലത കൂട്ടുകെട്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരമായി മാറിയെങ്കിലും ഒരിക്കൽ മമ്മൂട്ടി നായകനായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സുമലത വിസമ്മതിച്ചു. ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത് ഷിബു ചക്രവർത്തി എഴുതിയ അഥർവം എന്ന ചിത്രത്തിൽ നിന്നാണ് നടി പിന്മാറിയത്. മമ്മൂട്ടിയുടെ ഏറ്റവും പരീക്ഷണാത്മകമായ ചിത്രങ്ങളിലൊന്നായിരുന്നു ഇത്. ആ വേഷം വളരെ ഗ്ലാമറസ് ആണെന്ന് തോന്നിയതിനാലാണ് അവർ അഥർവത്തിൽ നിന്ന് പിന്മാറിയത്. പെട്ടെന്നുള്ള ഈ പിന്മാറ്റം അഥർവത്തിന്റെ നിർമ്മാതാക്കളെ വളരെയധികം വിഷമിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു. ഡെന്നീസുമായി വളരെ നല്ല അടുപ്പമുണ്ടായിട്ടും ആ സമയത്ത് സുമലതയും അമ്മയും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണം അന്ന് അറിയാൻ കഴിഞ്ഞില്ലെന്ന് കലൂർ ഡെന്നീസ് പിന്നീട് ഗൃഹലക്ഷ്മിയിൽ എഴുതിയിരുന്നു. പിന്നീടാണ് പിന്മാറിയതിനു പിന്നിലെ യഥാർത്ഥ കഥ പുറത്തു വന്നത്. സുമലതയെ ഉദ്ദേശിച്ച കഥാപാത്രത്തിന് അല്പം ഗ്ലാമറസ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അവർക്കും അമ്മയ്ക്കും അത്തരം വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഡെന്നീസിനോട് ഇത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടായതിനാൽ മറ്റു ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ പിന്മാറിയത്. ഒടുവിൽ സിൽക്ക് സ്മിത ആ വേഷം ചെയ്യുകയായിരുന്നു. എന്തു തന്നെയായിരുന്നാലും ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു.